ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സ്റ്റീൽ കട്ട് ഓട്സ് വെച്ചിട്ട് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റും. കട്ട ഡയറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾ ഡയറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് സാധാരണ ഓട്സ് കഴിക്കുന്നുണ്ടെങ്കിൽ ഇനി അത് സ്റ്റോപ്പ് ചെയ്തോളൂ കേട്ടോ. കാരണം ഇതിലൊക്കെ ഷുഗർ കണ്ടന്റ് ഉണ്ട്. അരിയിൽ മാത്രമല്ല കേട്ടോ, ഇനിയിപ്പോൾ വീറ്റിലാണെങ്കിലും ഷുഗർ കണ്ടന്റ് കൂടുതലാണ്. അപ്പോൾ ഇത് പാടെ സ്കിപ്പ് ചെയ്തോളൂ. ഇതിന്റെ പകരം റോൾഡ് ഓട്സിലും അത്യാവശ്യം ഷുഗർ കണ്ടന്റ് വരുന്നുണ്ട്. ഒട്ടും ഷുഗർ കണ്ടന്റ് ഇല്ലാത്ത ഈ ഒരു സ്റ്റീൽ കട്ട് ഓട്സ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു വിഭവം പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്ക് സാധാരണ എല്ലാ ഹൈപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഇതിലൊട്ടും ഷുഗർ കണ്ടന്റ് ഇല്ലാന്ന് മാത്രമല്ല, ഇത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഒട്ടും വണ്ണം വെക്കത്തില്ല. പിന്നെ ഫാറ്റും ഷുഗർ കണ്ടന്റും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾക്ക് എത്ര വേണമെങ്കിലും ഇത് കഴിക്കാട്ടോ. പക്ഷെ കൂടുതൽ ഇത് കഴിക്കാൻ കഴിയില്ല. കുറച്ച് കഴിക്കുമ്പോഴേക്കും നമ്മുടെ വയറിങ്ങനെ നിറഞ്ഞതുപോലെ തോന്നും. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഭക്ഷണം കഴിക്കാനൊന്നും കഴിയില്ല. അപ്പോൾ നല്ലോണം ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ വെയിറ്റ് കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഇത് കാണാൻ ഇങ്ങനെ നുറുക്ക് ഗോതമ്പിന്റെ പോലെയാണെങ്കിലും ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മൾ കഷ്ടപ്പെട്ട് വണ്ണം കുറക്കൊന്നും വേണ്ട, ഇഷ്ടപ്പെട്ടിട്ട് തന്നെ വണ്ണം കുറക്കാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിന്റെ ടേസ്റ്റ്. അതുകൊണ്ടാണ് ഞാനിന്നൊരു റെസിപ്പി ഉണ്ടാക്കിയിട്ട് നിങ്ങളെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്. ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് മാത്രമേ ഈ ഒരു സ്റ്റീൽ കട്ട് ഓട്സ് എടുക്കുന്നുള്ളൂ. ഇത് 1/4 കപ്പിന്റെ മെഷർമെന്റ് ആണ് കേട്ടോ. ടോട്ടൽ 1/2 കപ്പ് അളവിൽ മാത്രം ഞാനിവിടെ സ്റ്റീൽ കട്ട് ഓട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വെന്ത് വന്നാൽ തന്നെ ഇതിങ്ങനെ വീർത്ത് വരും. ഇത് വെന്ത് വന്നാൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും. 3 നേരം വേണമെങ്കിൽ ഇതന്നെ കഴിക്കാം. അത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവും ഇത്. എന്തായാലും നമുക്കിതൊന്ന് കഴുകി വരാം. ഇത് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സ്റ്റീൽ കട്ട് ഓട്സ് എത്ര അളവിലാണോ എടുത്തത് അതിന്റെ ഡബിൾ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ പച്ചക്കറികൾ എല്ലാതൊന്നും ആഡ് ചെയ്യാൻ പറ്റൂല കേട്ടോ. കാബേജ്, കോളിഫ്ലവർ, അങ്ങനെ ഫാറ്റ് ഒട്ടും ഇല്ലാത്ത കാർബോഹൈഡ്രേറ്റ് റിച്ച് അല്ലാത്ത വെജിറ്റബിൾസ് മാത്രം വേണം നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനായിട്ട്. അത് ഞാനൊരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് ബീട്രൂട്ട്, നെക്സ്റ്റ് ഇതാ ക്യാരറ്റ്, പിന്നെ തക്കാളി. ഇതൊരു മീഡിയം സൈസ് സവാള ഉണ്ട് കേട്ടോ, ഇതും ചേർത്ത് കൊടുത്തു. ഇനി ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുള്ള അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ പയറെടുത്തിട്ടുണ്ട്. ഡയറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കളർഫുൾ ആയിട്ട് വെജിറ്റബിൾസ് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ നിർബന്ധമായിട്ട് ചേർക്കേണ്ടത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള എന്തെങ്കിലും, അതായത് ചിക്കനോ അല്ലെങ്കിൽ മീനോ അതോ അല്ലെങ്കിൽ എഗ്ഗോ ചേർക്കണം. ഞാനിവിടെ കുറച്ച് ബോൺലെസ് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി ഏറെ മസാലകളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർക്കാമെന്നുള്ളൂ. പക്ഷെ ഞാൻ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കാറുള്ളത്. പിന്നെ എപ്പോഴും ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇതിൽ കോളിഫ്ലവർ ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കോളിഫ്ലവർ കഴിഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ചേർക്കുന്നില്ല. അതുപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ ഈ ഒരു കളർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് മാത്രം നമുക്ക് സ്കിപ്പ് ചെയ്യാൻ വേണമെങ്കിൽ മാത്രം. പക്ഷേ ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് കഴിക്കുമ്പോൾ എപ്പോഴും നല്ലതാണ്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് കറക്റ്റ് ഒരു വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം ഇനി നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും കട്ട് ഡയറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. ജസ്റ്റ് 1 വീക്ക് കൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടും. സത്യം പറഞ്ഞാൽ ചോറ് സ്കിപ്പ് ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമായിരുന്നു. പക്ഷേ ഈ ഒരു റെസിപ്പി ഞാൻ ട്രൈ ചെയ്തതിനു ശേഷം എനിക്ക് ചോറ് കഴിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നമല്ല. ഞാനിങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടോ. ഇനിയിപ്പോൾ ഇത് വെന്ത് വന്നു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റീൽ കട്ടോട്സ് ഒക്കെ ഇങ്ങനെ നല്ലോണം പൊങ്ങി വരും. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവും. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി വെച്ചാൽ തന്നെ നമുക്കിത് 3 നേരമായിട്ട് കഴിക്കാം. ഏതായാലും ഞാനിതൊരു വിസിലൊന്ന് വേവിച്ച് തരട്ടെ. ഇതിപ്പോൾ ഇതാ ഒരു വിസിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇതുപോലെ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അധികം മസാലകളൊന്നുമില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. മസാലകളൊന്നും ചേർക്കാത്തതുകൊണ്ട് കാണാൻ വലിയ ലുക്കില്ല എന്നേ ഉള്ളൂ. പക്ഷേ നല്ല ടേസ്റ്റാണ്. ഒരുപാട് കഷ്ടപ്പെടാതെ തന്നെ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചുകൊണ്ട് നമുക്ക് വെയിറ്റ് കുറക്കാൻ പറ്റും കേട്ടോ. ഇതിൽ ഓയിലൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ എത്ര വേണമെങ്കിലും കഴിക്കാം. പിന്നെ ഇതിൽ ചേർത്തിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും പ്രോട്ടീൻ റിച്ച് ആണെന്ന് മാത്രമല്ല, ഷുഗർ കണ്ടന്റ് ഒട്ടും ഇല്ലാത്ത പ്രോഡക്ട്സ് മാത്രമേ നമ്മളിതിൽ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഇത് കഴിക്കാൻ പറ്റും. നമ്മുടെ വയറ് നിറയുന്നത് വരെ കഴിക്കാൻ പറ്റും കേട്ടോ. എത്ര കഴിച്ചാലും നമ്മൾ ഫാറ്റ് കൂടുന്നില്ല. അതുകൊണ്ട് ഇനി ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ വെയിറ്റ് കുറക്കാൻ നോക്കിക്കോളൂ. ഇതിലേക്ക് ഇനി ഇത് കഴിക്കുമ്പോൾ സൈഡ് ഡിഷായിട്ട് വേറെ ഒന്നും വേണ്ട. അതുകൊണ്ടാണ് ഞാനിത് കുറച്ച് ജ്യൂസി ആയിട്ട് ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതുപോലെ വേണ്ട, കുറച്ച് ഉപ്മാവ് പോലെ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ആഡ് ചെയ്യുന്നത് കുറച്ച് ഒഴിവാക്കാം. പക്ഷേ ഈ ഒരു രീതിയിൽ കഴിക്കുമ്പോഴാട്ടോ കൂടുതൽ ടേസ്റ്റ്. ചിക്കനൊക്കെ കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ. ഡയറ്റ് ചെയ്യുന്നവർക്ക് മെയിൻ കോഴ്സായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഫുഡാണിത്. ഇനി അല്ലാത്തവർക്ക് ജസ്റ്റ് കഴിച്ച് നോക്കാന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ടേസ്റ്റുള്ള ഫുഡ് കഴിച്ചിട്ട് വണ്ണം കുറക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമല്ലേ.
ഭക്ഷണം കഴിക്കാൻ ഒരുപാട് കൊതിയുള്ള എന്നാൽ വെയിറ്റ് കുറയണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.